വിജയെ പോലെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ, ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവോടെയാണ് അദ്ദേഹം ഇഫ്താർ പോലൊരു വലിയ ചടങ്ങ് നടത്തുകയും ആ ചടങ്ങിൻ്റെ നടുവിൽ മുസ്ലിം വേഷധാരിയായി നിൽക്കുന്നു, മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയുടെ പങ്കാളിത്തം വഹിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര ശുഭകരമായ ഒരു ചിത്രമാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രം, പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ മാറ്റി നിർത്തിയാൽ പൊതുവേ മുസ്ലിം ആരാധനയുടെ ഭാഗമാകാൻ, മുസ്ലിം സെലിബ്രേഷൻസിൻ്റെയും മുസ്ലിം അനുഷ്ഠാനങ്ങളുടെയും ഭാഗമാകാൻ, അങ്ങനെ ഭാഗമായാൽ തന്നെ അത്തരം ചിത്രങ്ങൾ പുറത്തു വരാൻ മുഖ്യധാര രാഷ്ട്രീയക്കാർ മടിക്കുന്ന ഒരു കാലത്ത് വിജയ് അതിനിറങ്ങി പുറപ്പെടുന്നു എന്നുള്ളത് ശുഭകരമായ ഒരു കാര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിക്കുന്നില്ല. അതിന് മുമ്പുള്ള പ്രധാനമന്ത്രിമാർ റമദാൻ കാലത്ത് ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുക സാധാരണയായിരുന്നു. പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ലീഡേഴ്സ് പലരും നടത്തും. മോദി വന്നതിന് ശേഷം അദ്ദേഹം ഇഫ്താർ വിരുന്നുകൾ വേണ്ടതില്ല എന്നാണ് ഒരു ഘട്ടത്തിൽ തീരുമാനമെടുത്തത്. അദ്ദേഹം റമദാൻ തുടങ്ങുമ്പോൾ ഒരു ആശംസ നേരും. അതേസമയം അദ്ദേഹം അങ്ങനെ എല്ലാ മതപരമായ ചടങ്ങുകളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ആളല്ല, നമുക്കറിയാം. അദ്ദേഹം തന്നെയാണ് രാമക്ഷേത്രത്തിൻ്റെ തറക്കല്ലിടുന്ന ആൾ, അദ്ദേഹം തന്നെയാണ് അതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത്, അദ്ദേഹം എല്ലാ റിലീജിയസ് ആയിട്ടുള്ള സംഗതികളുടെയും മുഖ്യ കർമ്മിയായിട്ട് മുന്നിൽ നിൽക്കുന്ന ആളാണ്. പക്ഷേ ഒരു പ്രത്യേക വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം പരിധി കവിഞ്ഞ ഒരിടപാട് വേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അവരുടെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ സിമ്പലാണ് ഒരു നോൺ മുസ്ലിമായ ആൾ ഇഫ്താർ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സോണിയാഗാന്ധിയൊക്കെ സംഘടിപ്പിക്കാറുണ്ട്, മൻമോഹൻ സിംഗ് സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ വേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന കാലത്ത് പരമാവധി മിക്ക രാഷ്ട്രീയക്കാരും മുസ്ലിം പരിസരത്ത് നിന്ന് ഞങ്ങൾ വിട്ടു നിൽക്കുകയാണ്, അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രി ആയേക്കും, അയ്യോ ഇല്ലേ ഞങ്ങളാക്കുന്നില്ലേ എന്ന് വിളിച്ചു പറഞ്ഞ കോൺഗ്രസ്സുകാരുള്ള കാലത്താണ്. അപ്പം നമ്മൾ ആലോചിക്കണം, അദ്ദേഹം എന്ത് ചെയ്യാണ്, ഇത് ചെയ്യാൻ പോവാണ്, ഒരു ഇഫ്താർ പാർട്ടി സംഘടിപ്പിക്കുന്നതിന് വെറുതെ ഹോസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, അദ്ദേഹം അതിൻ്റെ ഒരു മുസ്ലിം ടിപ്പിക്കൽ വേഷത്തിൽ വരുന്നു, പ്രാർത്ഥനയുടെ ഭാഗമാകുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുന്നതൊക്കെ കാണുമ്പോൾ അദ്ദേഹം ഈ മുസ്ലിങ്ങളെപ്പോലെ തന്നെ നമസ്കരിക്കുകയും അവരുടെ കൂടെ ഇരിക്കുകയും അതിൻ്റെ എല്ലാ സ്റ്റെപ്സൊക്കെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നിലയ്ക്ക് നമ്മൾ ആലോചിക്കണം, പിന്നെ മുഖ്യധാരയ്ക്ക് ഒരർത്ഥത്തിൽ മുഖ്യധാരയ്ക്ക് അങ്ങനെ വലിയ പരിചിതമല്ല ഈ മൈനോറിറ്റി ആയിട്ടുള്ള മുസ്ലിങ്ങളുടെ ആരാധനാക്രമം എന്ന് പറയുന്ന സംഗതി എന്താണെന്ന്, അവരുടെ ആഘോഷങ്ങൾ ഏതാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എങ്ങനെയാണ് ഈ നമസ്കാരം എന്ന് പറയുന്നത്? നമുക്ക് പൊതുവേ ഇപ്പം മറ്റ് പല പ്രധാനപ്പെട്ട മതങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആചാരങ്ങളെക്കുറിച്ച് പൊതുവായി എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. മുസ്ലിങ്ങൾ എങ്ങനെയാണ് നമസ്കരിക്കുക എന്ന് വെച്ചാൽ എന്താണത്? അപ്പോൾ ആൾക്കാർ ഈദുൽ ഫിത്തറിനൊക്കെ ഹാപ്പി റംസാൻ എന്നൊക്കെ മെസ്സേജ് അയക്കും. എന്ന് വെച്ചാൽ റംസാൻ എന്ന് പറഞ്ഞാൽ ഒരു മന്താണ്, ആ മന്ത് അവസാനിക്കുമ്പോഴാണ് ഈദുൽ ഫിത്തർ വരിക, പെരുന്നാൾ വരിക. ഇതിനെക്കുറിച്ച് പോലും നിഷ്കളങ്കരായ മനുഷ്യർ ധാരണയില്ല. അപ്പോൾ ഞാൻ കാണുന്നത് ഈ വിജയ് അദ്ദേഹം നമസ്കാരം എന്ന് പറയുന്നത് അതിൻ്റെ ക്ലിയർ ശരിയായ ലൈനിൽ പ്രാക്ടീസ് ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഭയങ്കര ഒരു സന്ദേശമായിരിക്കും. ഇൻക്ലൂസീവ് ആവുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഭാഗമാവുക, എല്ലാത്തിനെക്കുറിച്ചും മനസ്സിലാക്കുക, അതിർവരമ്പുകളൊന്നുമില്ലാത്ത എല്ലാത്തിൻ്റെയും ഒപ്പം ചേരുക എന്ന് പറഞ്ഞൊരു വലിയ സന്ദേശം കൊടുക്കുന്നുണ്ട്. ഞാൻ രാഷ്ട്രീയം പൂർണ്ണമായിട്ട് മാറ്റി വെച്ചിട്ടാണ് പറയുന്നത്. ബാക്കി പിന്നെ വിജയ് നമുക്കറിയുന്നത് ഇന്ത്യയിൽ ആകമാന സ്വാധീനമുള്ളൊരു പാൻ ഇന്ത്യൻ സ്റ്റാറാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളുള്ള ഒരാളാണ് അദ്ദേഹം ഈ ചെയ്യുന്ന കാര്യം വലിയ തോതിൽ മനുഷ്യരെ സ്വാധീനിക്കും. നമുക്ക് അകന്ന് നിൽക്കേണ്ട ഒന്നല്ല, നമുക്ക് കയറി ചെല്ലാൻ കഴിയാത്ത ഒരു എക്കോസിസ്റ്റം അല്ല ഈ മുസ്ലിം എക്കോസിസ്റ്റം. നമുക്കും കയറി ചെല്ലാം, വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ പാർട്ടാവാന്ന് വെച്ചാൽ അതിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാകും എന്നുള്ളതല്ല. അങ്ങനെ പാർട്ടാവുന്നതിന് തടസ്സമില്ല. അവിടെ കയറി ചെല്ലുമ്പോൾ അവർ നമ്മളെ ഒപ്പം നിർത്താൻ മടിയുള്ളവരല്ല, നമുക്ക് അവിടെ കയറി ചെല്ലുമ്പോൾ നമുക്കും തടസ്സങ്ങളൊന്നുമില്ല എന്ന വലിയ സന്ദേശമാണ്. അത് ആളുകളെ സ്വാധീനിക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെയുള്ള സിനിമകൾ എങ്ങനെയാണോ മുസ്ലിം അപരത്വം ഉണ്ടാക്കുകയും വെറുപ്പുണ്ടാക്കുകയും ചെയ്യുന്നത്, അതേസമയം ഇൻക്ലൂസീവായിട്ട് നിൽക്കാൻ കഴിയുന്നൊരു സന്ദേശം കൊടുക്കുകയാണ്. മറ്റൊന്ന് എനിക്കൊന്ന് രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ ഇത് പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ്. കാരണം വിജയ് മുന്നോട്ട് വെക്കുന്നത് ഒരു ഇൻക്ലൂസീവ്നെസ്സിൻ്റെ ഉൾക്കൊള്ളലിൻ്റെ രാഷ്ട്രീയത്തെയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. അത് ഏത് കക്ഷിയുടെ കൂടെ നിൽക്കുന്നു എന്ന് പ്രസക്തമല്ല. DMKയുടെ കൂടെ ഭാവിയിൽ നിൽക്കുന്നോ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നോ, ഇനി വരാൻ പോകുന്ന ഇന്ത്യ സഖ്യത്തിനകത്ത് ചേരാൻ പോകുന്നോ എന്നതിനെക്കുറിച്ചല്ല. ഞാൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഉൾക്കൊള്ളലിൻ്റേതാണ്. എല്ലാ സമുദായത്തിലെയും മനുഷ്യരെ ഉൾക്കൊള്ളുക, അവരെ എല്ലാവരെയും അവരുടേതായ ഐഡൻറ്റിറ്റിയോടുകൂടി, അവരുടെ സ്വത്വത്തോടുകൂടി, അവരുടെ ആരാധനയോടുകൂടി, വിശ്വാസത്തോടുകൂടി, അവരുടെ റിലീജിയസ് പ്രാക്ടീസസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചേർക്കാൻ സജ്ജമാണ് എന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ നമുക്ക് പ്രത്യാശയുള്ളതാണ്. അല്ലെങ്കിൽ എന്താണ്, സ്ട്രാറ്റജിക്കായ സമയം എടുക്കാം. കാരണം മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട അതിൽ അഭിപ്രായം പറയാതിരിക്കുക. ഇന്നിപ്പോൾ മുസ്ലിം അപരത്വം ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ കച്ചവട ഉൽപ്പന്നമായിരിക്കും. അതിനകത്ത് വേണമെങ്കിൽ ശബ്ദിക്കാതിരിക്കാം, തന്ത്രപരമായി വഴുതിക്കളയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, രാജസ്ഥാനിലെ 1 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ മുഖത്ത് ചവിട്ടി കൊല്ലുമ്പോൾ അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി മിണ്ടുന്നില്ല, അശോക് ഗെഹ്ലോട്ട് മിണ്ടുന്നില്ല, സച്ചിൻ പൈലറ്റ് മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല. ആകെ പോയത് ബൃന്ദാക്കാരായിട്ട് മാത്രമാണ്. അപ്പോൾ വേണമെങ്കിൽ വഴുതിക്കളയാവുന്ന ഒരു സംഗതിയാണ് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകൾ. പക്ഷേ കൂടുതൽ ഉച്ചത്തിൽ അതിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുന്നത് ശുഭകരമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ശരിയാണ്, സ്വാഭാവികമായും രാഷ്ട്രീയ താല്പര്യങ്ങൾ അതിനകത്തുണ്ടാവും. പക്ഷേ ഞാൻ കാണുന്നത് ആ രാഷ്ട്രീയം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം പ്രീണിപ്പിച്ചുകൊണ്ടും ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന പ്രത്യയശാസ്ത്രം വേര് പിടിക്കുന്ന കാലത്ത് അതിനെതിരായിട്ടാണ് വിജയെ ഒരാൾ വന്ന് നിൽക്കുന്നത് എന്നത് സന്തോഷകരമാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് നിൽക്കട്ടെ, ജയിക്കുകയോ പരാജയപ്പെടുകയോ എന്ത് സംഭവിക്കട്ടെ, ബട്ട് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക്. നാളെ അദ്ദേഹം ഹിന്ദു ആചാരത്തിൻ്റെ ഭാഗമാവട്ടെ,
അദ്ദേഹം ക്ഷേത്രത്തിൽ പോകട്ടെ, ഇനി അപ്പുറത്ത് അത് കഴിഞ്ഞിട്ടുള്ള ക്രിസ്മസ് ദിനത്തിൽ അദ്ദേഹം ചർച്ചുകളിൽ പോകട്ടെ, ക്രിസ്ത്യൻ ആചാരങ്ങളുടെ ഭാഗമാകട്ടെ, വേട്ടയാടപ്പെടുന്ന മുഴുവൻ മനുഷ്യരുടെയും കൂടെ നിൽക്കാനും അവരുടെ ആചാരങ്ങൾക്കൊപ്പം നിൽക്കുന്നത് രാഷ്ട്രീയമായി അവരുടെ ഒപ്പം നിൽക്കാനാണ്. അതുകൊണ്ട് വിജയ് എല്ലാവരുടെയും കൂടെ പോയി നിൽക്കട്ടെ, നമ്മളെല്ലാവരും ഒന്നാണെന്നും ഒരുമിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ, കലർന്നാണ് നമുക്ക് ജീവിക്കാൻ പറ്റുക എന്ന സന്ദേശത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരാളാവട്ടെ. കൂടുതൽ രാഷ്ട്രീയക്കാരെ അത് സ്വാധീനിക്കട്ടെ, കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഫാൻ ഫോളോവേഴ്സിനെ മാത്രമല്ല നമ്മളെല്ലാവരെയും ഇത്തരം ആക്റ്റുകൾ സ്വാധീനിക്കട്ടെ എന്നാണ് ഞാൻ പറയുക. രാഷ്ട്രീയം നമുക്ക് രണ്ടാമത് സംസാരിക്കാവുന്നതാണ്.